എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഡെസിമൽ ഫോംസിന്റെ തേർഡ് പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? നമുക്കിപ്പോൾ എന്തൊക്കെ അറിയാം? നമുക്ക് മില്ലിമീറ്റർ, സെന്റിമീറ്റർ ഒക്കെ തന്നു വെച്ചാൽ നമുക്ക് അതിന്റെ മീറ്ററിലേക്ക് മാറ്റാൻ പറ്റും. ഡെസിമൽ ഫോമിൽ എഴുതാൻ അറിയാം, ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാൻ അറിയാം, അല്ലേ? അതുപോലെ നമുക്ക് മില്ലി ലിറ്ററിന് തന്നു കഴിഞ്ഞാൽ ലിറ്ററിലേക്ക് മാറ്റാനായിട്ട് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ എന്താ, ഗ്രാമിന് തന്നാൽ കിലോഗ്രാമിലാക്കാം. അതൊക്കെ നമ്മൾ പഠിച്ചു. ഡെസിമൽ ഫോമിൽ എങ്ങനെ എഴുതാം, ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാം, ഇതൊക്കെ അറിയാം. ഇത് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ, അതാണ് ഇനി പഠിക്കാൻ പോകുന്നത് ഇൻ റിവേഴ്സ്. ഇപ്പോൾ 1.45 മീറ്റേഴ്സ് വന്നു. അപ്പൊ ഇതിപ്പോ ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഈ ഡെസിമൽ പോയിന്റ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് ഡെസിമൽ ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ ഇനി ഇതിനെ നമുക്ക് എങ്ങനെയാ നമ്മൾ ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റുക? ഇതിനെ 1 പോയിന്റിന് മുന്നേ കിടക്കുന്ന നമ്പറിനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതും. പോയിന്റിന് ശേഷം കിടക്കുന്ന നമ്പർ നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എഴുതും. ഡിനോമിനേറ്റർ എന്ത് വരും? പോയിന്റിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രാക്ഷൻ എങ്ങനെയായിരുന്നോ ഡെസിമലിലേക്ക് മാറ്റിയിരുന്നതെന്ന് ചിന്തിക്കുക. സീറോസിന്റെ എണ്ണം നോക്കിയിട്ടാണ്, അല്ലെ? എത്ര സീറോ ഉണ്ട് അത്രയ്ക്ക് ഡിജിറ്റ് നീക്കിയിട്ടാണ് നമ്മൾ പോയിന്റ് ഇട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നോക്കി എത്ര ഡിജിറ്റ് നീക്കിട്ട പോയിന്റ്? 2 ഡിജിറ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ താഴെ എത്ര സീറോ വരണം? 2 സീറോ വരണം. അപ്പൊ 100 വന്നു. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇതിനെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റാൻ നമ്മൾ പഠിച്ചു. അപ്പൊ ഡെസിമൽ ഫോം തന്നാൽ അതിനെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റാൻ പഠിച്ചില്ലേ? സിമ്പിൾ അല്ലേ? എത്ര പോയിന്റിന് ശേഷം എത്രയ്ക്ക് ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കാം. അത്ര സീറോ വരണം. 100ഓ 10ഓ 1000ഓ അത് ഏത് വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്ത് നോക്കിയിട്ടാണ്? നമ്മൾ ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അത് തീരുമാനിക്കുക. ഇനി ഇത് കിട്ടി. ഇപ്പൊ 1.45/100 മീറ്റേഴ്സ് കിട്ടി. ഇതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റണം. ഇതിനെ സെന്റിമീറ്ററിലേക്ക് എങ്ങനെ മാറ്റും? 1.45 മീറ്റർ എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? 1 മീറ്റർ 45 സെന്റിമീറ്റർ എന്നാണ് അർത്ഥം, അല്ലെ? 1 മീറ്റർ 45 സെന്റിമീറ്റർ ആണ് 1.4 മീറ്റർ ആയത്. അതിന് നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റിയപ്പോൾ 1.45/100 മീറ്റേഴ്സ് ആയി. പിന്നെ മൊത്തത്തിൽ നമുക്ക് സെന്റിമീറ്ററിൽ എഴുതണം. സെന്റിമീറ്ററിൽ എഴുതാനായിട്ട് നമുക്ക് 1 മീറ്റർ എന്നുള്ളത് സെന്റിമീറ്ററിൽ മാറ്റുമ്പോൾ എന്താവും? 100 മീറ്റർ ആയിരിക്കും. 100 സെന്റിമീറ്റേഴ്സ്. 100 സെന്റിമീറ്റേഴ്സും ഈ 45 കൂടി ചേരുമ്പോൾ 145 സെന്റിമീറ്റേഴ്സ് വന്നു. എളുപ്പല്ലേ? അതായത് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. സെന്റിമീറ്ററിനെ മീറ്ററിലാക്കാൻ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. തിരിച്ച് സെന്റിമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1.45നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നമുക്ക് തിരിച്ച് അതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാനായിട്ട്. അപ്പൊ ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? 145 100 കൊണ്ട് ഇൻറ്റു ചെയ്യാന്ന് പറഞ്ഞാൽ 2 സീറോ ഇട്ട് കൊടുത്താൽ മതി. ക്വസ്റ്റ്യനിൽ 2 പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആൻസറിൽ 2 ഡിജിറ്റ് നീക്കിയിട്ട് നമ്മൾ പോയിന്റ് ഇട്ടു. അപ്പൊ പോയിന്റിന് ശേഷം സീറോ മാത്രമാകുമ്പോൾ അതിന് വാല്യൂ ഇല്ല. 145 കിട്ടി. മനസ്സിലായോ? 145 സെന്റിമീറ്റർ. അതായത് 2 ഡിജിറ്റ് നീക്കിയിട്ടാണ് പോയിന്റ് എടുക്കുന്നത്. അപ്പോൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1 ഡിജിറ്റ് നീക്കിയിട്ടാണ് പോയിന്റ് വെച്ചെങ്കിലോ 10 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. 3 ഡിജിറ്റ് നീക്കിയിട്ടാണ് പോയിന്റ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് പോയിന്റ് പോകുന്ന അർത്ഥം. ആ ഡെസിമൽ പോയിന്റ് അങ്ങോട്ട് കളഞ്ഞിട്ട് അതിനെ ഇങ്ങോട്ട് കൂട്ടിച്ചേർത്ത് എഴുതുക വേണ്ടോ? മനസ്സിലായില്ലേ? ഇത് സിമ്പിൾ അല്ലേ ഇതിന് തിരിച്ചെഴുതാനായിട്ട്? അപ്പൊ അത് മനസ്സിലായില്ലേ? 0.425 കിലോഗ്രാം. ഇതിനെ ഗ്രാമിലേക്ക് മാറ്റണം. അതായത് നമുക്ക് ഈ ഡെസിമൽ പോയിന്റ് കളഞ്ഞു എഴുതണം. അപ്പൊ ആദ്യം നമുക്ക് ഫ്രാക്ഷനിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എന്താ വരാ? 425 നമ്മൾ എടുത്ത് എഴുതും. അടിയിൽ നമ്മൾ എത്ര എഴുതണ്ടേ? 10 ആണോ 100 ആണോ 1000 ആണോ വരാ? ഡെസിമലിന് ശേഷം ഇവിടെ 3 ഡിജിറ്റ് ആണ്. അപ്പൊ നമുക്ക് 1000 ആണ് വരാന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയും കിലോഗ്രാം ആണ് ഫ്രാക്ഷനില്. ഇനി നമ്മൾ ഇതിനെ ഗ്രാമിലേക്കാണ് മാറ്റാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? 3 ഇതുള്ള കാരണം കൊണ്ട് നമ്മൾ 0.425 ഇൻറ്റു 1000 ചെയ്താൽ നമുക്ക് ഗ്രാമിലേക്ക് മാറ്റാം, അല്ലെ? 3 സ്ഥാനം. അതായത് ഇതിന്റെ പോയിന്റ് പോവും. എങ്ങനെ പോവാ? 0.425നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ആൻസർ വരാം? 425. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 3 zeros ഇട്ട് കൊടുത്താൽ മതി. ക്വസ്റ്റ്യനിൽ 1 2 3 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പൊ ആൻസറിനും 1 2 3 ഇവിടെ പോയിന്റ് വരും. ആ പോയിന്റിന് ശേഷം സീറോകൾ മാത്രമേ ഉള്ളൂ, വേറെ നമ്പേഴ്സ് ഒന്നുമില്ല. അപ്പൊ അത് വേണ്ട, അത് പോയി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 425 grams കിട്ടി.
മനസ്സിലായില്ലേ? അതായത് പോയിന്റ് കളഞ്ഞ് എഴുതുക, അത്രേ ഉള്ളൂ. ഇങ്ങനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതിങ്ങനെ വരുന്നത്, ഇതെങ്ങനെയാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു തന്നു മാത്രം. കാര്യം മനസ്സിലായില്ലേ? നെക്സ്റ്റ് പേജിൽ പേജ് നമ്പർ 84 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താ 7.4 സെന്റിമീറ്റർ. 7.4 സെന്റിമീറ്റർ ഫ്രാക്ഷൻ ആയപ്പോൾ എന്തായി? 7 and 4/10. 4/10 ആണോ വന്നത്? 10 ആണോ 100 ആണോ 1000 ആണോ വരുന്നതെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കിയാൽ മതി. ഇനി അതിന് നമ്മൾ എടുത്ത് എഴുതിയപ്പോൾ 7 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ ആയി അല്ലേ? 7 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ. ഇനി അത് മൊത്തത്തിൽ എഴുതിയപ്പോൾ 74 മില്ലിമീറ്റർ ആയിട്ട് മാറി. ഇനി അടുത്ത നോക്കിയേ 3.2 സെന്റിമീറ്റർ. 3.2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 3 സെന്റിമീറ്ററും 2 മില്ലിമീറ്ററും ആണ് അല്ലേ? 3 സെന്റിമീറ്റർ 2 മില്ലിമീറ്റർ. പോയിന്റിന് മുന്നിൽ കിടക്കുന്നതാണ് സെന്റിമീറ്റർ, പോയിന്റിന് ശേഷം കിടക്കുന്നത് മില്ലിമീറ്റർ ആണ്. അപ്പൊ അത് കിട്ടി. ഇനി ഇതിന്റെ ഫ്രാക്ഷൻ ആകുമ്പോൾ എന്ത് വരും? 3 ആൻഡ് പോയിന്റിന് ശേഷം കിടക്കുന്ന നമ്പർ മാത്രമാണ് ന്യൂമറേറ്റർ ആയിട്ട് വരുള്ളൂ. ബൈ ഒരു സ്ഥാനമായതുകൊണ്ട് 3 and 2/10 സെന്റിമീറ്റർ. ഇത്രയും സെന്റിമീറ്റർ എന്ന് വന്നു ഫ്രാക്ഷൻ ആക്കിയപ്പോൾ. അപ്പൊ അത് മനസ്സിലായില്ലേ? ഇനി മൊത്തത്തിൽ ഇതിനെ മില്ലിമീറ്റർ ആക്കി മാറ്റുമ്പോൾ എന്താ ഉണ്ടാവുക? 3.2നെ എത്ര കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യേണ്ട? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 32 ആയി മാറി. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, പോയിന്റ് കളഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടോ? 32 മില്ലിമീറ്റർ വന്നു ആൻസർ. മില്ലിമീറ്റർ സെന്റിമീറ്റർ എന്നൊക്കെ എഴുതുമ്പോൾ ആ യൂണിറ്റുകൾ എഴുതുമ്പോൾ തെറ്റിപ്പോരുത്. മനസ്സിലായ? അപ്പൊ ഇതുപോലെ ഇതെല്ലാം ചെയ്തൂടെ? 7 മില്ലിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. ഫ്രാക്ഷന്റെ കോളവും ഡെസിമലിന്റെ കോളവും ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഫ്രാക്ഷന്റെ കോളത്തിൽ എന്താ വരാ? 7 മില്ലിമീറ്റർ. അത് എത്ര സെന്റിമീറ്റർ ആണ് ആക്കേണ്ടത്? അപ്പം ബൈ 10 അല്ലേ? സെന്റിമീറ്റർ. ഇനി ഫ്രാക്ഷൻ എഴുതി ഡെസിമൽ ആകുമ്പോൾ എന്താവും? 0.7 സെന്റിമീറ്റർ അല്ലേ? എന്ത് സിമ്പിൾ ആണല്ലേ? അടുത്തത് ഫസ്റ്റ് കോളത്തിൽ ഡെസിമൽ വന്നിട്ടുണ്ട് 3.41 മീറ്റർ ആണത്, മീറ്റർ. അപ്പൊ അതായത് 3 മീറ്ററും 41 സെന്റിമീറ്ററും ആണ് എന്നർത്ഥം അല്ലേ? 3 മീറ്റർ 41 സെന്റിമീറ്റർ. അതായത് മൊത്തത്തിൽ എഴുതുമ്പോൾ എന്ത് വരും? 341 സെന്റിമീറ്റർ അത് വരാം. ഇതിലെന്ത് വരും? 3 and 41 പോയിന്റിന് ശേഷമുള്ള നമ്പർ മാത്രമാണ് ന്യൂമറേറ്റർ വരാം. 41/100. പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് 100 ഇട്ടു, 2 0. അതങ്ങനെ വന്നു. എന്താണ് ഇവിടെ എഴുതേണ്ടത്? മീറ്റർ. ഡെസിമലിൽ എത്ര ഏതാണോ യൂണിറ്റ് എടുക്കുന്നത് അത് തന്നെയായിരിക്കണം ഫ്രാക്ഷനും നമ്മുടെ യൂണിറ്റ് എഴുതേണ്ടത്. ഇവിടെ എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് പോയിന്റിന് മുന്നുള്ളത് ഇത് തന്നെയായിരിക്കും, പോയിന്റിന് ശേഷമുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. മീറ്റർ അല്ല സെന്റിമീറ്റർ വരും. ഇനി 3 ഡിജിറ്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ അങ്ങനത്തെ വല്ലതും ഉണ്ടോ നോക്കട്ടെ ഞാൻ. 3 ഡിജിറ്റുകളുടെ ഇല്ല അല്ലേ? ഓക്കെ. അടുത്തത് ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. 62/10 മീറ്റർ. മീറ്റർ ആണ്. അപ്പോൾ ഫ്രാക്ഷന് മീറ്റർ ആകുമ്പോൾ ഡെസിമലിനും മീറ്റർ വരും. ഡെസിമൽ ഇവിടെ വോൾ നമ്പർ ഒന്നുമില്ല, അപ്പോൾ പോയിന്റിന് മുന്നേ ഒന്നുമില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 0 ഇട്ട് കൊടുക്കും. 0.62/10 അല്ലല്ലോ വരാം അല്ലേ? ഇവർക്ക് തെറ്റിപ്പോയി. 62/100 ആണ് വരണ്ട കേട്ടാ. അത് ശരിയാക്കിക്കോളൂ. 100 ആണ് ഇവിടെ വരിക. അപ്പോൾ 0.62 മീറ്റേഴ്സ് വരും. ഇനി ഇവിടെ എന്താ വരാ? മീറ്റർ ഒന്നുമില്ല, 0 പോയിന്റ് ആണ്. അപ്പോൾ 0 മീറ്റേഴ്സ് എഴുതേണ്ട ആവശ്യമില്ല. 62 എന്ന് പറയുന്നത് അപ്പം എന്തായിരിക്കും? 62 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി 5.346 കിലോഗ്രാം. സെന്റിമീറ്ററും മീറ്ററും കഴിഞ്ഞു, കിലോഗ്രാമിൻ്റെയാണ്. കിലോഗ്രാമും ഗ്രാമൊക്കെ ആകുമ്പോൾ എളുപ്പമാണ് അല്ലേ? മീറ്റർ സെന്റിമീറ്റർ മില്ലിമീറ്ററിലാണ് ഒരു കൺഫ്യൂഷൻ വരാം. എന്താണ്? 5.346 കിലോഗ്രാം. 5.346 കിലോഗ്രാം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? 5 and 346 /1000 വന്നു. അപ്പോൾ ഇതിൻ്റെ ഡെസിമലിൻ്റെ അതേ യൂണിറ്റ് തന്നെ നമ്മൾ ഫ്രാക്ഷനും എഴുതി.
ഇനി ഇതിന് തിരിച്ചു വരുമ്പോൾ എന്ത് വരും? പോയിന്റിന് മുന്നുള്ള 5 മാത്രമാണെങ്കിൽ കിലോഗ്രാം. 5 കിലോഗ്രാം 346 എന്ന് പറയുന്നത് എന്താ? 346 ഗ്രാം ആണ്. അപ്പൊ മൊത്തത്തിൽ ഇതിനെ ഗ്രാം ആക്കിയിട്ട് എഴുതുമ്പോൾ എന്താ വരാ? 5346 5346 ഗ്രാം വരും. മനസ്സിലായില്ലേ? ഇനിയുള്ളത് നിങ്ങൾ തന്നെ ചെയ്യണം. എല്ലാവരും ഞാൻ പറഞ്ഞു തന്നാൽ ശരിയാവില്ല, തന്നെത്താൻ ചെയ്ത് പഠിക്കും. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, അതായത് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുള്ളൂ, അല്ലാണ്ട് വേറെ അതിൽ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. അതായത് ഇപ്പം നമുക്ക് 30/100 മീറ്റേഴ്സ് എഴുതുന്നു വിചാരിക്കും. ഇത് ഇങ്ങനെ എഴുതുന്നതും 3/10 മീറ്റേഴ്സ് എന്ന് എഴുതുന്നതും ഈക്വൽ ആണ്. മനസ്സിലായ? ഇനി ഇവിടെ 30ക്ക് വരെ നമ്മൾ 300 എന്ന് എഴുതുന്നു വിചാരിക്കും. അപ്പോൾ ഇവിടെ 1000 എന്ന് എഴുതിയാൽ മതി. അപ്പോഴും ഇത് ഈക്വൽ ആണ്. ഇതിൻ്റെ എല്ലാം വാല്യൂ സെയിം ആണെന്ന് അർത്ഥം. മനസ്സിലായ? അതായത് ഇതൊരു ഈക്വലന്റ് ഫ്രാക്ഷൻസ് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എത്രാം ക്ലാസ്സിലാണെന്ന് എനിക്കറിയില്ല, ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മാത്സ് ടെസ്റ്റ് ഞാൻ കംപ്ലീറ്റ് നോക്കിയിട്ടില്ല. ഞാൻ ഓരോ ലെസൺ പഠിപ്പിക്കാൻ എടുക്കുമ്പോഴാണ് ആ ലെസൺ അതെന്താണെന്ന് നോക്കാറുള്ളൂ. അതുകൊണ്ട് അറിയില്ല ഈ വർഷം തന്നെ ഇത് പഠിക്കാനുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഞാനൊന്ന് പറഞ്ഞു തരാം. ഭയങ്കര എളുപ്പമാണ്. അതായത് ഒരു ഫ്രാക്ഷൻ്റെ ഈക്വലൻ, നമ്മൾ ഫ്രാക്ഷൻസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വലിയ ഫ്രാക്ഷൻ കിട്ടുമ്പോൾ അതിന് ചെറുതാക്കിയിട്ട് ലീസ്റ്റ് ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതെന്താ ചെയ്തത്? മുകളിലത്തെ നമ്പറിനെ, അതായത് ന്യൂമറേറ്ററിനെ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ സെയിം നമ്പർ വെച്ചിട്ട് തന്നെ ഡിനോമിനേറ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. സെയിം നമ്പർ കൊണ്ടായിരിക്കണം എന്ന് മാത്രം. അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ അത് ഈക്വലന്റ് ഫ്രാക്ഷൻ ആയിരിക്കും. അതായത് അതിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഇപ്പം 2/4 എന്ന് പറഞ്ഞാലും 1/2 എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. ഇതിനെ രണ്ടിനെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഫ്രാക്ഷൻ കിട്ടിയത്. 2/4 എന്ന ഫ്രാക്ഷനെ 2 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ 1/2 കിട്ടി. അതുകൊണ്ട് അത് ഈക്വൽ ആണ്. 2/4ന് അതേ വാല്യൂ തന്നെയാണ് 1/2 എന്ന് വെച്ചാൽ. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ മാത്രമല്ല മൾട്ടിപ്ലൈ ചെയ്താലും സെയിം കിട്ടും. അതായത് 1/2നെ ഇൻറ്റു 2 ചെയ്താൽ 1 × 2 2 2 × 2 4 2/4 കിട്ടി. മനസ്സിലായ? അപ്പം മൾട്ടിപ്ലൈ ചെയ്താലും സെയിം തന്നെ ആയിരിക്കുന്നു. ഓക്കെ, അപ്പം അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 3/10നെ ന്യൂമറേറ്ററിനെ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. അതേപോലെ തന്നെ ഡിനോമിനേറ്ററിനെ 10 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 30/100 കിട്ടി. ഈക്വൽ ആണ്. വീണ്ടും ഇതിനെ വീണ്ടും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ 300/1000 വന്നു. അത് ഈക്വൽ ആണ്. മനസ്സിലായ? ഇനി ഇതിനെ തിരിച്ച് ചെയ്യുകയാണെങ്കിലോ 300/1000 300/1000 ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അടിയിലത്തേനും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. രണ്ടിനും ഒരേ നമ്പർ കൊണ്ട് ചെയ്യണം. ഒരെണ്ണത്തിന് 10 കൊണ്ട് ചെയ്തു, ഒരെണ്ണത്തിന് 100 കൊണ്ട് ചെയ്തു, അത് ശരിയാവില്ല. രണ്ടിനും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 300നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 0 പോയി, അത് 3 വന്നു. 1000നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 2 0 പോയി, അപ്പോൾ 10 വന്നു. 3/10 300/1000 ഈക്വൽസ് 3/10. മനസ്സിലായ? അപ്പോൾ ഇത് ഈക്വൽ ആണ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 0 ഒക്കെ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതെന്താ ഇത് വേറെ വേറെ മെഷേഴ്സ് ആവില്ലേ എന്ന് വിചാരിക്കേണ്ടതായിട്ട് പറഞ്ഞതാണ്. മനസ്സിലായ? അപ്പം അതുപോലെ തന്നെ ഡെസിമലിലും അങ്ങനെ എഴുതാൻ സാധിക്കും. അതെങ്ങനെയാണ് ഡെസിമലിൽ എഴുതുക? ഇപ്പം നമ്മൾ 3/10നെ ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ 0.3 വന്നു അല്ലേ? മീറ്റർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ 3/10 മീറ്ററിനെ നമുക്ക് 0.3 മീറ്ററിന് എഴുതാം. എന്തുകൊണ്ടാണ് 0.3 വന്നതെന്ന് അറിയാലോ? നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വരെ 10ന് ഒരു 0 ആണ്. അപ്പോൾ ഒരു ഡിജിറ്റ് നീക്കി നമ്മൾ പോയിന്റ് ഇട്ടു. ഇനി ഇതിനെ രണ്ടിനും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ എടുക്കുന്ന 3നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30/10നെ ചെയ്യുമ്പോൾ 100. ഇതിനെ നമ്മളിനി ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ എന്താ കിട്ടുക? 0.30 അല്ലേ? ഇതിവിടെ 2 0 ഉണ്ട്. അപ്പോൾ 2 സ്ഥാനത്തേക്ക് പോയിന്റ് ഇട്ടു മീറ്റർ. ഇനി നമ്മൾ നേരത്തെ ചെയ്തെന്താണ് 300/1000 വന്നു വിചാരിക്കും. അപ്പം എന്താ പറയുക? 0.300 മീറ്റർ.
അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ ഫ്രാക്ഷനിൽ എന്താ പറഞ്ഞ ഇതെല്ലാം ഈക്വലന്റ് ഫ്രാക്ഷൻസ് ആണ്. 3/10 ഈക്വൽസ് 30/100 ഈക്വൽസ് 300/1000 ഒക്കെ ഈക്വൽ ആണ്. അങ്ങനെയാവുമ്പോൾ 0.3 എന്ന് പറയുന്നതും 0.30 എന്ന് പറയുന്നതും 0.300 എന്ന് പറയുന്നത് എല്ലാം ഈക്വൽ ആണ്. ഇനി നിങ്ങൾ ഇവിടെ 0.3 ഇട്ടിട്ട് എത്ര സീറോ വേണമെങ്കിൽ ഇട്ട് കൊടുത്തോ. ഞാനത് മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറേ സീറോ ഇട്ടാൽ അതിൻ്റെ ഒരു വാല്യൂ ഇല്ല. മനസ്സിലായ സമയം സീറോ കഴിഞ്ഞിട്ട് ഇവിടെ കുറേ സീറോകൾ ഇട്ടാൽ അത് വില ചേഞ്ച് ചെയ്യും. അതിൻ്റെ വാല്യൂവിന് ഭയങ്കര മാറ്റമാണ് ഓരോ സീറോ വരുന്തോറും പോയിന്റിന് ശേഷം നമ്പറിൻ്റെയും ഇടയിൽ. അതേസമയം നമ്പർ ഇട്ട് ലാസ്റ്റ് നമുക്ക് എത്ര സീറോകൾ ഇട്ട് വന്നാലും അതിന് വാല്യൂ ഇല്ല. അത് നമ്മളിങ്ങനെ ഒരുപോലെ എഴുതാൻ വേണ്ടിയിട്ടാണ് ചില സമയങ്ങളിൽ അങ്ങനെ സീറോ ഇട്ട് കൊടുക്കുക. അതായത് ഇപ്പം 3 കുട്ടികളുടെ ഹൈറ്റ് തന്നിരിക്കുകയാണ്. 1 മീറ്റർ, ഒരു കുട്ടിയുടെ ഹൈറ്റ് 1 മീറ്റർ 25 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ എന്ന് വിചാരിക്കും. ഇനി വേറെ കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ 30 സെൻറ്റിമീറ്റർ. അടുത്ത കുട്ടിയുടെ ഹൈറ്റ് 1 മീറ്റർ 32 സെൻറ്റിമീറ്റർ. അപ്പം ഇത് നമ്മൾ എഴുതുമ്പോൾ ഇതിനൊരു യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ നമ്മളെല്ലാതും മില്ലിമീറ്റർ ആണ് കേട്ടോ. ഇനി ഇതിനെ എല്ലാത്തിനെയും മീറ്ററിലാക്കി എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം മീറ്ററിലാക്കിയിട്ട് ഡെസിമൽ ഫോമിൽ എഴുതാൻ നമ്മളോട് പറഞ്ഞിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇത് എഴുതുമ്പോൾ 1.255 മീറ്റർ വന്നു അല്ലേ? അടുത്തത് എഴുതുമ്പോൾ എന്താ വരിക? 1.30 മീറ്റർ. അടുത്തത് എഴുതുമ്പോൾ 1.32 മീറ്റർ. അപ്പം ഇത് എഴുതുമ്പോഴത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് അത് ഒരുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ആദ്യത്തേന് പോയിന്റിന് ശേഷം 3 ഡിജിറ്റ് ഉണ്ടല്ലോ. അപ്പം മറ്റവർക്ക് 2 പേർക്കും 2 വീതമല്ലേ ഉള്ളൂ. അപ്പം ഇനി അവർക്ക് വിഷമമുണ്ട. അപ്പം നമ്മളൊരു സീറോ ഇട്ട് കൊടുക്കും. പക്ഷെ എൻ്റെ വാല്യൂവിൽ ചേഞ്ച് വരുന്നില്ല. നമ്മൾ വിചാരിക്കും അയ്യോ 30 എന്ന് പറഞ്ഞാലും 300 എന്ന് പറഞ്ഞാലും വേറെ അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ പോയിന്റിന് ശേഷം ആവുമ്പോൾ ഞാൻ പറയില്ലേ 30 300 എന്നൊന്നും വായിക്കില്ല, 300 അങ്ങനെ വായിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ 1.3 മീറ്റർ എന്ന് പറഞ്ഞാലും 1.30 മീറ്റർ എന്ന് പറഞ്ഞാലും 1.300 മീറ്റർ എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. മനസ്സിലായ? ഇനി ഇവിടെയോ അതുപോലെ 1.32 മീറ്റർ എന്ന് പറഞ്ഞാലും 1.320 മീറ്റർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഒക്കെ ഒന്നാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതിന് പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. അടുത്തത് പ്ലേസ് വാല്യൂ എന്ന് പറയുന്ന ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം.